എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതായത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ തന്നെയാണ് ധനകാര്യ നികുതി വകുപ്പുകൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. സാധാരണ മുഖ്യമന്ത്രിമാരെല്ലാം കേരളത്തിൽ ആഭ്യന്തര വിജിലൻസ് വകുപ്പുകൾ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഈ രണ്ട് വകുപ്പുകളും രമേശ് ചെന്നിത്തലയുടെ പിടിവാശി മൂലം അദ്ദേഹത്തിന് കൊടുക്കുകയുണ്ടായി. അതിനെ തുടർന്നാണ് വേറെ പ്രധാനപ്പെട്ട വകുപ്പുകളൊന്നും ഇല്ലാതിരുന്ന വി.ഡി. സതീശൻ ധനകാര്യ വകുപ്പ് നേരിട്ട് ഏറ്റെടുക്കാൻ തയ്യാറായത്. അതുകൂടാതെ വി.ഡി. സതീശന് ധനകാര്യ മേഖലയിൽ ഒരു എക്സ്പെർട്ടൈസ് ഉണ്ട്, അദ്ദേഹത്തിന് ഒരു വൈദഗ്ധ്യമുണ്ട്. അപ്പൊ അത് കഴിഞ്ഞ കാലങ്ങളെല്ലാം നമുക്ക് വ്യക്തമാണ്. കഴിഞ്ഞ രണ്ട് പിണറായി വിജയൻ സർക്കാരുകളിലും ഈ നികുതി പരിഷ്കരണം, GST പരിഷ്കരണം, വാറ്റ് എന്നിവിടങ്ങളിലെല്ലാം സർക്കാരിന്റെ പരാജയങ്ങളെ എണ്ണി എണ്ണി വൈദഗ്ധ്യത്തോടെ പ്രതിരോധിച്ചത് വി.ഡി. സതീശനാണ്. അതായത് വി.ഡി. സതീശൻ പറയുന്നത് 2001 സ്വർണത്തിന്റെ വില ഏകദേശം 3600 രൂപയാണ്. ഇന്ന് ഏകദേശം 1 ലക്ഷം രൂപ കഴിഞ്ഞു. പക്ഷെ 2001 കിട്ടിക്കൊണ്ടിരുന്ന നികുതി 500 കോടിയാണ് സ്വർണ്ണ വിൽപ്പന നികുതിയിലൂടെ. ഇത് 2026 കിട്ടുന്നത് 500 കോടി. അതായത് സ്വർണത്തിന്റെ വില എത്രയോ ഇരട്ടിയായിട്ടും അതിന്റെ നികുതി വരുമാനം അതിൽ നിന്നും 1 രൂപ പോലും കൂടിയിട്ടില്ല. അതായത് സ്വർണത്തിന്റെ നികുതി വർദ്ധിപ്പിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ കൃത്യമായി പിടിച്ചെടുക്കാൻ പോകുന്നു എന്നൊക്കെയാണ് അദ്ദേഹം ഇതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ GST പരിഷ്കരണത്തിലൂടെ നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും പോവുകയാണ്. അപ്പൊ ഇതൊക്കെ ഈ വി.ഡി. സതീശൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പല സാമ്പത്തിക വിദഗ്ധന്മാരോടും ചർച്ച ചെയ്യുന്ന സമയത്തെല്ലാം ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ ഈ മേഖലയിൽ അദ്ദേഹത്തിന്റെ വൈദഗ്ധ്യം പ്രൂവ്ഡ് ആണ്. ഈ വൈദഗ്ധ്യം പ്രയോജനപ്പെടുത്താനായിട്ടാണ് വി.ഡി. സതീശൻ നമ്മുടെ ധനകാര്യ വകുപ്പ് കൂടെ ഏറ്റെടുക്കുന്നത്. അപ്പോൾ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആദ്യത്തെ മുഖ്യമന്ത്രിയും കൂടിയാണ് വി.ഡി. സതീശൻ. അതായത് വി.ഡി. സതീശൻ നമ്മുടെ പുതിയ കോൺഗ്രസ് സർക്കാരിന്റെ ധനകാര്യ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നതും വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് ആദ്യ ബജറ്റ് കോൺഗ്രസിന് വേണ്ടി അവതരിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ധനകാര്യ വകുപ്പ് ആദ്യമായിട്ട് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആദ്യമായിട്ടാണ് ബജറ്റ് അവതരിപ്പിക്കുന്ന ആദ്യ മുഖ്യമന്ത്രി എന്ന റെക്കോർഡും വി.ഡി. സതീശന് സ്വന്തമാവാൻ പോവുകയാണ്. അപ്പൊ എന്തായാലും ഇദ്ദേഹത്തിന്റെ ധനകാര്യ വൈദഗ്ധ്യം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏവർക്കും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം.